ഓക്കെ ഗായ്സ്, അപ്പം എന്തായി കഴിഞ്ഞ 3 ചാപ്റ്ററിന്റെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഏതാണ് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 to 9 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ചാപ്റ്റർ ആണ് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. എല്ലാ ക്ലാസ്സിൻ്റെയും തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഇത് റെഗുലർ ക്ലാസ് അല്ല, നിങ്ങളുടെ എക്സാമിന്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജസ്റ്റ് ഒരു റിവിഷൻ വീഡിയോ മാത്രമാണ്. ഈ ചാപ്റ്റർ നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വണ് ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സ്. ഓക്കെ, എന്താണ് ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സ്? നമുക്ക് ബുക്സ് 2 ടൈപ്സിൽ കീപ്പ് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേറ്റഡും നോൺ ഇന്റഗ്രേറ്റഡും. ഇന്റഗ്രേറ്റഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2 ബുക്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഏതൊക്കെ 2 ബുക്സ് ഉണ്ടാവും? ഫിനാൻഷ്യൽ ബുക്സും ഉണ്ടാവും, അതേപോലെ തന്നെ നെക്സ്റ്റ് ഏതും ഉണ്ടാവും, കോസ്റ്റ് ബുക്സും വരുന്നുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ബുക്സിൽ വരുന്ന എൻട്രീസ് ഡിസ്കസ് ചെയ്യാം. സോ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു റോ മെറ്റീരിയൽ. നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാം, നമ്മൾ റിലേറ്റഡ് ടു റോ മെറ്റീരിയൽ എത്ര ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്? 7 to 8 ആണ് എന്ത് ചെയ്യാറ്? ഡിസ്കസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വണ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ എന്ത് ചെയ്യാണ്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ എൻട്രി എന്താ വരുന്നത്? ഓക്കെ, സാധാരണ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ് വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷിന് പകരം നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? GL ആയിരിക്കും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ GLA, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അക്കൗണ്ടും കൂടെ പറയാൻ പറ്റും? CLC അക്കൗണ്ട് എന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ടു ക്യാഷിന് പകരം പർച്ചേസിന് പകരം എന്താ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? റോ മെറ്റീരിയൽ ആണ്. സോ റോ മെറ്റീരിയലിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് ലെഡ്ജർ കൺട്രോൾ. അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്താക്കി? SLC അക്കൗണ്ട്. സോ പർച്ചേസിന്റെ എൻട്രി SLC ടു GLA. GLAന്റെ വേറെ പേരാണ് എന്തെന്ന് പറയുന്നത്? CLC അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വണ് റോ മെറ്റീരിയൽ ഇഷ്യൂഡ് ടു ഫാക്ടറി ഫോർ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് സാധനം കുറഞ്ഞു, പക്ഷേ നമ്മൾ ഫാക്ടറിയിലോട്ട് കൊടുത്തു. ഫാക്ടറിയിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറി? WIP ആയിട്ട് മാറി. സോ നമ്മുടെ എൻട്രി എന്തായിരിക്കും വരുന്നത്? WIP അക്കൗണ്ട് അപ് ടു SLC. ദെൻ നെക്സ്റ്റ് വണ് റോ മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ. അതായത് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? നമ്മുടെ സ്റ്റോറിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. സോ ഫാക്ടറിയിൽ കുറഞ്ഞു, എവിടെ കൂടി? നമ്മുടെ സ്റ്റോറിൽ കൂടി. അപ്പോൾ നമ്മുടെ എൻട്രി എന്താ വരുന്നത്? SLC അക്കൗണ്ട് അപ് ടു WIP. ദെൻ നെക്സ്റ്റ് വണ് റോ മെറ്റീരിയൽ ഡയറക്റ്റ് പർച്ചേസ് ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡയറക്ട്ലി പർച്ചേസ് ചെയ്യുന്നത് ആരാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഫാക്ടറി തന്നെ പോയിട്ട് എന്ത് ചെയ്യാണ്? സാധനം വാങ്ങുകയാണ്. ഫാക്ടറി തന്നെ പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിൽ റോ മെറ്റീരിയൽ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുമോ? ഇല്ല, അവർ ഡയറക്റ്റ് എന്തിലായിരിക്കും യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷനിലോട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി എന്താണ് കൂടുന്നത്? സ്റ്റോർ റൂം അല്ല, എന്താ കൂടിയിട്ടുള്ളത്? വർക്കിംഗ് പ്രോഗ്രസ് ആണ് കൂടിയിട്ടുള്ളത്. സോ WIP ടു GLA. ദെൻ നെക്സ്റ്റ് വണ് റോ മെറ്റീരിയൽ റിട്ടേൺഡ് ടു സപ്ലയർ. പർച്ചേസ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി. എന്താണ് പർച്ചേസ് ചെയ്തതിന്റെ എൻട്രി? എന്തായിരുന്നു? SLC ടു GLA ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടു സപ്ലയറിന്റെ എൻട്രി എന്തായിരിക്കും? GLA ടു SLC. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നമ്മുടെ ലാസ്റ്റ് എൻട്രി റിലേറ്റഡ് ടു റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ ലോസ്റ്റ് ബൈ തെഫ്റ്റ് ഓർ ഫയർ. അതായത് നമ്മുടെ സ്റ്റോക്ക് എന്ത് ചെയ്തു? കേട് വന്നു പോയി. സ്റ്റോക്ക് കേട് വരികയാണെന്നുണ്ടെങ്കിൽ SLCക്ക് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ വരിക? യെസ്, ഏതാണ് വരിക? ക്രെഡിറ്റ് ആണ് വരിക. പക്ഷേ ഇത് അബ്നോർമൽ ആണ്. അബ്നോർമൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കോസ്റ്റിംഗ് P&Lലോട്ടാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. സോ ഈ 7 എൻട്രീസ് എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആണോ? ഓക്കെ, ഈ ഒരു 7 എൻട്രീസിൽ നമുക്ക് ആകെ റിവിഷന് വേണ്ടി വന്നിട്ടുള്ളത് ഒരു 3 minutes ആണ്. ഓക്കെ ആണോ എല്ലാവർക്കും? ശരി, ഞാൻ വീണ്ടും പറയുന്നു, ഈസി ചാപ്റ്റർ ആണ്. 7 to 9 മാർക്സ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വണ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു പേജസ്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ടാവും. വേജസിനെ സംബന്ധിച്ച് 2 ടൈപ്പ് എൻട്രീസ് ഉണ്ടാവും. ഏതൊക്കെയാണ് വരുന്നത്? ഇൻകറൻസും യൂട്ടിലൈസേഷനും. ഫസ്റ്റ് വണ് ഇൻകറൻസ്. ഇൻകറൻസിൽ എന്താ സംഭവിക്കുന്നത്? പോക്കറ്റിൽ നിന്ന് പൈസ പോയി. സോ വേജസ്, സാധാരണ നമ്മൾ വേജസ് കൊടുക്കുകയാണെങ്കിൽ ഉള്ള എൻട്രി എന്തേക്കാരം? വേജസ് ടു ക്യാഷ്. ഇവിടെ ക്യാഷിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്തേക്കാരം? GLA, അല്ലാന്നുണ്ടെങ്കിലോ SLC, ഐ മീൻ CLC. ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ ഇൻകറൻസ് ഓഫ് വേജസ്, നമ്മൾ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒക്കെ ഉള്ള എൻട്രി എന്തേക്കാരം? വേജസ് ടു GLA അക്കൗണ്ട്. ഇനി രണ്ടാമത് എന്ത് ചെയ്യും? ഇതിന്റെ യൂട്ടിലൈസേഷൻ. ഇതിന്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ യൂട്ടിലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ ഡയറക്റ്റ് വർക്കേഴ്സ് ആണ് നമ്മൾക്ക് ഈ വേജസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? WIPയിലോട്ട്. കാരണം എന്താണ്? അവർ ഫാക്ടറിക്കകത്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന സാലറി എന്തിനു വേണ്ടിയിട്ടാണ്? വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ WIP ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വണ് ഇൻഡയറക്റ്റ് വർക്കേഴ്സ്. ഇൻഡയറക്റ്റ് വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എങ്ങോട്ടാണ് ചാർജ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഓവറിലോട്ട്. ദെൻ ഓഫീസിന്റെ സ്റ്റാഫിനാണ് സാലറി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷനിലോട്ട്. ദെൻ നെക്സ്റ്റ് വണ് സെയിൽസ്മാന്റെ സാലറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സെയിൽസ് ഓവർഹെഡിലോട്ട്. ദെൻ അബ്നോർമൽ ഐഡൽ ടൈം. എന്തെങ്കിലും അബ്നോർമൽ റീസൺ കൊണ്ടാണ് നമ്മൾ വേജസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് പോകുന്നത്? കോസ്റ്റിംഗ് P&L. സോ ഇത് കംപ്ലീറ്റ് നമ്മൾ എങ്ങോട്ട് തന്നെ ക്രെഡിറ്റ് ചെയ്തു? ടു വേജസ്. ഇമ്പോർട്ടന്റ് ആണ്. വേജസിനെ സംബന്ധിച്ച് 2 എൻട്രീസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? 2 ഇൻകറൻസും യൂട്ടിലൈസേഷനും. ഇൻകറൻസ് പോക്കറ്റിൽ നിന്ന് പോയി. പോക്കറ്റിൽ നിന്ന് പോകുമ്പോൾ എൻട്രി എന്താണ്? വേജസ് ടു GLA. GLAന്റെ വേറെ പേരെന്താണ്? CLC അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? യൂട്ടിലൈസേഷൻ. സോ യൂട്ടിലൈസേഷന് ഡയറക്റ്റ് വർക്കേഴ്സ് ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്? WIPയിലോട്ടും.
ഇൻഡയറക്റ്റ് ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, പ്രൊഡക്ഷൻ ഓവർലോട്ടും. ഓഫീസ് സ്റ്റാഫ് ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും. സെയിൽസ്മാൻ്റെ സാലറി ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, സെയിൽസ് ഓവർലോട്ട്. അബ്നോർമൽ ഐഡിൽ ടൈം ആണെന്നുണ്ടെങ്കിലോ കോസ്റ്റിംഗ് ബിയാൻഡിലോട്ട്. ഇത് ക്ലിയർ ആണോ? ശരി. ദെൻ നെക്സ്റ്റ് വൺ എന്താ വരുന്നത്, ട്രാൻസാക്ഷൻ വിത്ത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസിന് ഒരൊറ്റ എൻട്രി ഉള്ളൂ, ഏതാണ്, WAP ടു GL. ദെൻ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഓവർഹെഡ്. ഇമ്പോർട്ടൻറ്റ് സാധനം, ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഓവർഹെഡ് ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസും ഏതിലാണ്, ഓവർഹെഡിൻ്റെ ട്രാൻസാക്ഷൻസിലാണ് ഉണ്ടാവുക. സോ ഓവർഹെഡിനെ സംബന്ധിച്ച് 3 ടൈപ്പ് ഫേസസ് ഉണ്ടാവും. ഏതൊക്കെയാണ് 3 ടൈപ്പ്? ആക്ച്വൽ ഓവർഹെഡ് ഉണ്ടാവും, അബ്സോർബ്ഡ് ഓവർഹെഡ് ഉണ്ടാവും, പിന്നെ എന്തും കൂടെ ഉണ്ടാവും, അണ്ടർ അബ്സോർപ്ഷനോ ഓവർ അബ്സോർപ്ഷനോ. അപ്പോൾ ഈ 3 എൻട്രിയും കൂടി നമ്മൾ പാസ് ചെയ്താലേ എന്ത് കംപ്ലീറ്റ് ആവുള്ളൂ, ഓവർഹെഡിൻ്റെ എൻട്രീസ് എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഫസ്റ്റ് വണ് ആക്ച്വൽ ഓവർഹെഡ്. ആക്ച്വൽ ഓവർഹെഡ് പറഞ്ഞാൽ എന്താ, പോക്കറ്റിൽ നിന്ന് പോയി. പോക്കറ്റിൽ നിന്ന് പോകുമ്പോൾ എൻട്രി എന്തേക്കാരം, പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു ക്യാഷ്. ഇവിടെ നമ്മൾ ക്യാഷിനെ കുറിച്ച് ബോധറാണോ, അല്ല. സോ പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു GLA. ഇനി നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഓവർ ഹെഡ് അക്കൗണ്ട് അപ്റ്റർ ടു GLA. അത് ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ എന്തേക്കാരം, പ്രൊഡക്ഷന്. ദെൻ ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ എന്തേക്കാരം, അഡ്മിനിസ്ട്രേഷന്. സെയിൽസ് ആണെങ്കിൽ എന്തേക്കാരം, സെയിൽസ് ഓവർഹെഡ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഈ പ്രൊഡക്ഷൻ ഓവർഹെഡിനെ തന്നെ നിങ്ങൾക്ക് വേറെ പല പേരുകളും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഫാക്ടറി ഓവർഹെഡ് എന്നും പറയാം, സംടൈംസ് എന്തും കൂടെ പറയാം, മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വണ് ആക്ച്വൽ ഓവർഹെഡിന്റെ എൻട്രി കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ എന്താ വരുന്നത്, അബ്സോർപ്ഷൻ. അബ്സോർപ്ഷനിലാണ് അധിക സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ. നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, അബ്സോർപ്ഷൻ നമ്മൾ ഈസിലി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലെഡ്ജേഴ്സിലോട്ട് കൺവേർഷൻ ചെയ്യുന്നതാണ്. ഓക്കെ. സോ ഫാക്ടറി ഓവർഹെഡ് കഴിഞ്ഞതിന് ശേഷം ഏത് സ്റ്റോക്കാണ് വരുന്നത് എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഫാക്ടറി ഓവർഹെഡ് കഴിഞ്ഞതിന് ശേഷം ഏത് സ്റ്റോക്കാണ് വരുന്നത്, WIP ആണ്. സോ ഫാക്ടറി ഓവർഹെഡിന്റെ അബ്സോർപ്ഷൻ ആരായിരിക്കും ചെയ്യുന്നത്, WIP ആയിരിക്കും ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കഴിഞ്ഞതിന് ശേഷം ഏത് സ്റ്റോക്കാണ് വരുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും അബ്സോർവ് ചെയ്യുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ്. സോ എൻട്രി എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് അപ്റ്റർ ടു GLA. ദെൻ നെക്സ്റ്റ് വണ് സെയിൽസ് ഓവർഹെഡ്. സെയിൽസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കോസ്റ്റ് ആണോ, പീരീഡ് കോസ്റ്റ് ആണോ, പീരീഡ് കോസ്റ്റ് ആണ്. പീരീഡ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോക്കിലോട്ടാണോ പോകേണ്ടത്, സ്റ്റോക്കിലോട്ടല്ല പോകേണ്ടത്. അത് എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മുടെ വിൽക്കാനുള്ള ചെലവിലോട്ടാണ് പോകേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അബ്സോർപ്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽ ടു GLA. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ് അണ്ടർ അബ്സോർപ്ഷൻ, ഓവർ അബ്സോർപ്ഷൻ. സോ 3 ടൈപ്പിൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്, അണ്ടർ അബ്സോർപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അണ്ടർ അബ്സോർപ്ഷന് 3 ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 ട്രീറ്റ്മെന്റ്? മെത്തേഡ് 1 എന്താണ്, റൈറ്റ് ഓഫ്. മെത്തേഡ് 2 എന്താണ്, ക്യാരി ഫോർവേഡ്. ദെൻ മെത്തേഡ് 3 എന്താണ്, സപ്ലിമെന്ററി റേറ്റ്. റൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ റൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റിംഗ് ബിയാൻഡിലിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. ടു എങ്ങോട്ടായിരിക്കും, പ്രൊഡക്ഷൻ ഓവർലോട്ട്. ക്യാരി ഫോർവേഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരു എൻട്രിയും പാസ് ചെയ്യേണ്ട. ദെൻ സപ്ലിമെന്ററി റേറ്റ് ആണെങ്കിലോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സപ്ലിമെന്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഈ 3 ആളുകൾക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. ആരൊക്കെയാണ് 3 ആളുകൾ, കോസ്റ്റ് ഓഫ് സെയിൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, WIP. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ശരി. ഇനി ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിലോ, ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ അണ്ടർ അബ്സോർപ്ഷന്റെ നേരെ ഓപ്പോസിറ്റ്. ഓവർ അബ്സോർപ്ഷൻ ആണെങ്കിൽ കോസ്റ്റിംഗ് ബിയാൻഡിൽ ഡെബിറ്റ് മാറിയിട്ട് ഇതെന്തായിരിക്കും വരുന്നത്, ക്രെഡിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത്. ക്ലിയർ ആണോ? ദെൻ നമുക്ക് കുറച്ച് അതർ ട്രാൻസാക്ഷൻസും കൂടെ ഡിസ്കസ് ചെയ്താൽ എന്തായി, നമ്മുടെ പാർട്ട് 1 എന്ത് ചെയ്തു, കംപ്ലീറ്റ് കഴിഞ്ഞു. ഓക്കെ. സോ ഫസ്റ്റ് വണ് ട്രാൻസ്ഫർ ഓഫ് കംപ്ലീറ്റഡ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു വെയർ ഹൗസ്. ഓക്കെ. ഫാക്ടറിയിൽ നിന്ന് നമ്മളെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവുകയാണ്. അപ്പോൾ എൻ്റെ എന്തേക്കാരം, ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് അപ്റ്റർ ടു WIP. ദെൻ നെക്സ്റ്റ് വണ് കോസ്റ്റ് ഓഫ് സെയിൽ ഓഫ് കംപ്ലീറ്റഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് വിറ്റതിന്റെ ചെലവ് എങ്ങോട്ടാണ് പോകുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് പോയി ആരുണ്ടായി, കോസ്റ്റ് ഓഫ് സെയിൽ ഉണ്ടായി. ദെൻ നെക്സ്റ്റ് വണ് സെയിൽസിന്റെ എൻട്രി എന്താണ്, സെയിൽസിന്റെ എൻട്രി എന്താ വരുന്നത്, GLA ടു കോസ്റ്റിംഗ് ബിയാൻഡിൽ. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അഡീഷണൽ 2 പോയിന്റ് കൂടെ പറയാനുള്ളത്, നിങ്ങൾ ലെഡ്ജർ ഉണ്ടാക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് സെയിലിന്റെ ബാലൻസ് ഫിഗർ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, കോസ്റ്റിംഗ് ബിയാൻഡിലോട്ടും. അതേപോലെ തന്നെ കോസ്റ്റിംഗ് ബിയാൻഡിന്റെ ബാലൻസ് ഫിഗർ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, GLAയിലോട്ടും ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. അപ്പം എന്തായി, എന്നിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, GL അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ പാർട്ട് 1 അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് വണ് പാർട്ട് 2. ഓക്കെ. നെക്സ്റ്റ് വണ് നമുക്ക് ഏതാ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് പാർട്ട് 1 യൂസ് ചെയ്ത വേർഡ് ഇൻ്റഗ്രേറ്റഡ് ആണ്, പക്ഷെ അവിടെ ആക്ച്വലി പറയേണ്ടത് നോൺ ഇൻ്റഗ്രേറ്റഡ് ആയിരുന്നു. സോ എന്ത് ചെയ്യാം, അതൊന്ന് ക്ലാരിറ്റി വരുത്തുക. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ ഇൻ്റഗ്രേറ്റഡും, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്, ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ എൻട്രീസും സെയിം തന്നെ, പക്ഷേ നമ്മൾ GLAക്കും CLCക്കും പകരം എന്ത് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് ഡെബിറ്റും ക്രെഡിറ്റും എന്ത് ചെയ്യണം, ആ ഫിനാൻഷ്യൽ ലെഡ്ജറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പം നോൺ ഇൻ്റഗ്രേറ്റഡിൽ എൻട്രി എന്തായിരുന്നു, SLC ടു
GLA എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോൺ ഇൻറ്റഗ്രേറ്റഡിലെ എൻട്രി. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇൻറ്റഗ്രേറ്റഡ് നമ്മൾ എൻട്രി എന്തായിട്ട് മാറും, SLC ടു GLAക്ക് പകരം പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണെങ്കിൽ എൻട്രി എന്തേക്കാരം ടു ക്യാഷ്. ഇനി അതല്ല നമ്മൾ കടമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത്, ഡെപ്റ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, കൊടുക്കാനുള്ള പൈസയാണ്. സോ ക്രെഡിറ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ഇത് ക്ലിയർ ആണോ? അപ്പോൾ ഈ GLAക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റെസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ലെഡ്ജറിന് ഡെബിറ്റും ക്രെഡിറ്റും എന്ത് ചെയ്യും, കൊടുക്കും. അതാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്, ഇന്റഗ്രേറ്റഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത ഡിഫറൻസ് എന്താണ് വരുന്നത്, കോസ്റ്റിംഗ് ബിയാൻഡ് എന്നുള്ള ടേംസ് ഉണ്ടാവില്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്തേക്കാരം, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ടേം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിലിന്റെ എൻട്രി എന്താണ് വന്നിട്ടുള്ളത്, GLA ടു കോസ്റ്റിംഗ് ബിയാൻഡിലാണ്. സോ ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സിലുള്ള എൻട്രി എന്തേക്കാരം, GLA ടു കോസ്റ്റിംഗ് ബിയാൻഡിന് പകരം എന്തായിരിക്കും വരുന്നത്, ബിയാൻഡിൽ നിന്നായിരിക്കും. സോറി, ഇവിടെ GLA ഒന്നും ഉണ്ടാവില്ല, അതിന് പകരം എന്തായിരിക്കും, ക്യാഷ്. അല്ലാന്നുണ്ടെങ്കിലോ തരാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റർ എന്ന് പറയും. ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ശരി. സോ പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വണ് ലാസ്റ്റ് പാർട്ട് ഏതാണ് വരുന്നത്, റീകൺസിലേഷൻ. സോ റീകൺസിലേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. നമുക്ക് എന്ത് ചെയ്യണം, റീകൺസിൽ ചെയ്യണം. റീകൺസിലേഷൻ ആണ് എന്ത് ചെയ്യാറ്, റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. സോ റീകൺസിലേഷൻ ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് എത്തണം, കോസ്റ്റിംഗ് പ്രോഫിറ്റിലോട്ട് എന്ത് ചെയ്യണം, എത്തണം. സോ ഈ ഫിനാൻഷ്യൽ പ്രോഫിറ്റും കോസ്റ്റിംഗ് പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുന്നത് 3 റീസൺ കൊണ്ടാണ്. ഏതൊക്കെയാണ് ആ 3 റീസൺ? ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ റെന്റ്, ഡിവിഡൻഡ്, ബാങ്ക് ഇൻട്രസ്റ്റ്, ബാഡ് ഡെപ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഇതൊന്നും നമ്മൾ എന്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല, നമ്മുടെ കോസ്റ്റ് പ്രോഫിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് വണ് ഓവർ ഹെഡ്. ഓവർ ഹെഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എന്തായിരിക്കും, ആക്ച്വൽസിൽ, അതായത് പോക്കറ്റിൽ നിന്ന് പോയ പൈസയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യൽ ബുക്സിൽ ഉണ്ടാവുക. ദെൻ കോസ്റ്റ് ബുക്സിലാണെന്നുണ്ടെങ്കിലോ അബ്സോർപ്ഷന്റെ ബേസിസിലായിരിക്കും. അബ്സോർപ്ഷന്റെ ടെക്നിക്ക് എന്തായിരുന്നു, ഓർമ്മ ഉണ്ടാവും, 2 സ്റ്റെപ്പ് ആയിരുന്നു. ആദ്യം എന്ത് ചെയ്യണം, റിക്കവറി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റിലോട്ട് ചാർജ് ചെയ്യും. ഈ 2 ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർ ഹെഡിനെ ചാർജ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ഇൻ സ്റ്റോക്ക് വാല്യുവേഷൻ ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും. സ്റ്റോക്ക് വാല്യുവേഷനിലും ഡിഫറൻസ് ഉണ്ടാവും. ഫിനാൻഷ്യൽ ബുക്സിൽ ചിലപ്പോൾ എന്തായിരിക്കും, AS2 പ്രകാരം NRV ഓർ കോസ്റ്റ് വിച്ച് എവർ ഈസ് ലോവർ ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു കോസ്റ്റ് ഷീറ്റ് നമുക്കറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ് പ്രൊഡ്യൂസർ ചെയ്യും, എന്നിട്ട് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഈ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എന്തിൽ എടുക്കാറ്, കോസ്റ്റ് ഷീറ്റിനകത്ത് എന്ത് ചെയ്യാറ്, എടുക്കാറ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നമ്മൾ എന്തെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും. ദെൻ അതായത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ P&L നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് ഷീറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനിലും ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകുന്നു. ഒരു ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. സോ ഓവർ ഹെഡ് ഉണ്ട്. ഓവർ ഹെഡ് ഫിനാൻഷ്യലിൽ എത്രയാണ് വരുന്നത്, 1000 രൂപയാണ് വരുന്നത്. ദെൻ കോസ്റ്റ് ഷീറ്റിലാണെന്നുണ്ടെങ്കിലോ 900. സോ ഇവിടുത്തെ ഈ ഡിഫറൻസ് 100 റുപ്പീസ് ഉണ്ട്. ഇത് അണ്ടർ അബ്സോർപ്ഷൻ ആണോ ഓവർ അബ്സോർപ്ഷൻ ആണോ? പോക്കറ്റിൽ നിന്ന് പോയത് 1000, ചിലവ് അക്കൗണ്ട് ചെയ്ത് എത്രയാണ്, 900. അപ്പോൾ കുറവല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, അണ്ടർ അബ്സോർപ്ഷൻ ആണ് വരുന്നത്. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ അണ്ടർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ ചെയ്യുന്നത്, പ്ലസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ എന്തേ കാര്യം ചെയ്യാൻ പോകുന്നത്, മൈനസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ് അണ്ടർ വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്കും ഓവർ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കും. അതും സെയിം പോലെ തന്നെ, അണ്ടർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെയും പ്ലസ് ചെയ്യും, ഓവർ ആണെന്നുണ്ടെങ്കിലോ മൈനസ് ചെയ്യും. ഇത് ആരുടെ കേസിലാണ്, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കേസിലാണ്. പക്ഷേ ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്, ഫോക്കസ് ചെയ്യുക. ഇനി ചിലപ്പോൾ എന്ത് വരും, ക്ലോസിംഗ് സ്റ്റോക്കിൽ അണ്ടർ വാല്യൂവും ഓവർ വാല്യൂവും വരും. അണ്ടർ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് വരുന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് സാധാരണ അണ്ടർ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലസ് ആണ് ചെയ്യല്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിക്കാരം, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത്, മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവർ വാല്യൂവിൽ നമ്മൾ എന്തായിക്കാരം ചെയ്യുന്നത്, പ്ലസ് ആയിരിക്കും ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. സോ നമ്മുടെ ചാപ്റ്റർ മൊത്തത്തിൽ ഇത്രയേ പറയാനുള്ളൂ. റീകൺസിലേഷൻ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് 3 പാർട്ടാക്കിയിട്ട്, നോൺ ഇൻ്റഗ്രേറ്റഡ്, ഇൻ്റഗ്രേറ്റഡ്, ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്, റീകൺസിലേഷൻ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് കൺസെപ്റ്റ് വൈസ് എല്ലാം പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാസ്റ്റ് പ്രീവിയസ് ഇയറിന്റെ 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. ചെയ്താലോ? ഓക്കെ.
ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് വരുന്നത്, December 25, ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്, 3B ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ 3B ഏത് ചാപ്റ്റർ ആയിക്കാരം, നമ്മുടെ കോസ്റ്റ് ബുക്ക് കീപ്പിംഗിന്റെ ചാപ്റ്റർ ആയിരിക്കും വരുന്നത്. സോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് വായിക്കാം. Two articles, A and B, are produced in a production firm. From the details given below, prepare statement regarding cost sheet and financial position of the production firm. So to produce 1 unit direct material, A എത്ര രൂപക്ക് വേണം, 12 രൂപ, B ആണെന്നുണ്ടെങ്കിലോ 7.5. Then to produce 1 unit direct wages, A എത്രയാണ് 10 രൂപയും, B ആണെന്നുണ്ടെങ്കിലോ 6 രൂപയും. പ്രൊഡക്ഷൻ ഓവർഹെഡ് ചാർജ് ടുവേർഡ്സ് വേജസ് എത്രയാണ്, 100%. ഓക്കെ. ഓഫീസ് ഓവർഹെഡ് ചാർജ് ടുവേർഡ്സ് പ്രൊഡക്ഷൻ സെന്റർ എക്സ്പെൻസ് 25% ഓൺ വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്, വർക്ക് കോസ്റ്റ് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഫാക്ടറി കോസ്റ്റ്, നെറ്റ് ഫാക്ടറി കോസ്റ്റ്. സോ 200 യൂണിറ്റ് ഓഫ് എയും 500 യൂണിറ്റ് ഓഫ് ബി were produced ആൻഡ് സോൾഡ് അറ്റ് എ റേറ്റ് ഓഫ് 50 ഉം 30 റെസ്പെക്റ്റീവ്ലി. പ്രൊഡക്ഷൻ ഓവർഹെഡ് എക്സ്പെൻസ് ഇൻവോൾവ്ഡ് 4800 ഓഫീസ് ഓവർഹെഡ് എക്സ്പെൻസ് വാസ് 4200. ഓക്കെ, ഈ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. സോ പോക്കറ്റിൽ നിന്ന് പോയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമുക്ക് റീകൺസിലേഷനും കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 പ്രോഫിറ്റ് വേണം. ഏതൊക്കെയാണ് 2 പ്രോഫിറ്റും, ഫിനാൻഷ്യൽ പ്രോഫിറ്റും വേണം, പിന്നെ ഏത് പ്രോഫിറ്റും വേണം, കോസ്റ്റ് പ്രോഫിറ്റും വേണം. സോ ഫിനാൻഷ്യൽ പ്രോഫിറ്റിന് നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ എന്ത് വരക്കും, ട്രേഡിംഗ് അക്കൗണ്ട് വരക്കും. കോസ്റ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് വരക്കും, കോസ്റ്റ് ഷീറ്റ് വരക്കും. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ആരൊക്കെയാണ് 2 പ്രൊഡക്റ്റ്, എയും ബിയും. എ എത്ര ഉണ്ടാക്കുന്നത്, 200ഉം, ബി ആണെന്നുണ്ടെങ്കിലോ 500 യൂണിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ കൂടെ ചെയ്യാം. സോ 200 യൂണിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് എത്രയായിരിക്കും, 200 ഇൻറ്റു 12.5 എത്ര കിട്ടുന്നത്, 2500. അതേപോലെ തന്നെ ഡയറക്റ്റ് വേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും, പ്രൈം കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, ഫാക്ടറി ഓവർഹെഡ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്, 100% ഓഫ് വേജസ്. സോ വേജസ് എത്രയാണ്, 2000 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാക്ടറി ഓവർഹെഡും എത്ര തന്നെയാണ് വരുന്നത്, 2000 ഇൻറ്റു 100% എന്ത് ചെയ്യും വരും. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നെറ്റ് ഫാക്ടറി കോസ്റ്റ്. ഈ ഫാക്ടറി കോസ്റ്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്ക് കോസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്താണ്, ഈ വർക്ക് കോസ്റ്റിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്, 25% ആണ്. അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തായിട്ട് വരുന്നത്, പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി, ഇത് രണ്ടും എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു കോളം കൂടെ പ്രിപ്പയർ ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, ടോട്ടലിന് വേണ്ടിയിട്ട്. കാരണം ടോട്ടൽ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കോസ്റ്റ് പ്രകാരം ഉള്ള ടോട്ടൽ പ്രോഫിറ്റും അതേപോലെ തന്നെ ടോട്ടൽ ഓവർ ഹെഡ്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കോസ്റ്റ് പ്രകാരം ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടുന്നത്, 4687. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയേക്കാരം, 2500ഉം 3750 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നത്, 6250. ഇത് ക്ലിയർ ആണ്. ദെൻ നെക്സ്റ്റ് വണ് ഡയറക്റ്റ് വേജസ് എത്ര വരും, 5000 എന്ത് ചെയ്യും വരും. ദെൻ നെക്സ്റ്റ് വണ് ഫാക്ടറി ഓവർഹെഡ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫാക്ടറി ഓവർഹെഡ് നമുക്കറിയാം, ഫിനാൻഷ്യലിലും ആക്ച്വലും കോസ്റ്റിൽ എന്താണ് വരുന്നത്, അബ്സോർപ്ഷൻ ആണ് വരുന്നത്. സോ ആക്ച്വലി നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോയിട്ടുള്ള എത്രയാണ്, 4800. സോ ഇവിടെ 4800. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എത്രയാണ് വരുന്നത്, 4200. സോ സെയിൽ, ടോട്ടൽ സെയിൽ എത്രയാണ് വരുന്നത്, 25000. സെയിലും നമ്മൾ എന്ത് ചെയ്തു, 25000 എഴുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്ര കിട്ടുന്നത്, 4750. ഓക്കെ, അപ്പോൾ 2 പ്രോഫിറ്റും കിട്ടി. ഏതൊക്കെ 2 പ്രോഫിറ്റ്, കോസ്റ്റ് പ്രോഫിറ്റും കിട്ടി, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ പ്രോഫിറ്റും കിട്ടി. ഇനി നമുക്ക് എന്തും കൂടെ ചെയ്യാനുള്ളൂ, റീകൺസിലേഷനും കൂടെ ചെയ്യാനുള്ളൂ. നമ്മൾ എങ്ങനെയാണ് റീകൺസിലേഷൻ ചെയ്യാറ്, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നിന്ന് നമ്മൾ എങ്ങോട്ട് എത്തും, കോസ്റ്റ് പ്രോഫിറ്റിലോട്ട് എത്താറാണ് എന്ത് ചെയ്യാറ്. സോ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എത്രയാണ്, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് 4750. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, 4750 എഴുതി. ദെൻ നെക്സ്റ്റ് വന്ന് നമ്മൾ ഡിഫറൻസുകൾ നോക്കുകയാണ്. ഡിഫറൻസുകൾ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ, രണ്ടുപേരുടെയും മെറ്റീരിയൽ എന്താണ്, സെയിം ആണ്. ദെൻ നെക്സ്റ്റ് വന്ന് വേജസ്. വേജസ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും വേജസ് എന്താണ്, സെയിം ആണ്. ദെൻ ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ഷീറ്റിൽ 5000ഉം ഇവിടെയാണെന്നുണ്ടെങ്കിലോ 4800. സോ ശ്രദ്ധിക്കുക, 4800 ഫിനാൻഷ്യലിലും കോസ്റ്റിംഗിലാണെന്നുണ്ടെങ്കിൽ പോയിട്ടുള്ള എത്രയാണ്, 5000. സോ ഇവിടെ ഈ ഡിഫറൻസ് 200 ഉണ്ട്. ഈ 200 അണ്ടർ അബ്സോർപ്ഷൻ ആണോ, ഓവർ അബ്സോർപ്ഷൻ ആണോ? ഓക്കെ, എന്താണ് വരുന്നത്, ഓവർ അബ്സോർപ്ഷൻ ആണ്. ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ ചെയ്യാറ്, നമ്മൾ നമ്മുടെ ഒരു റിവിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ആണോ മൈനസ് ആണോ, ഓവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, മൈനസ് ആണ് ചെയ്യുക. ക്ലാരിറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നോക്കാം. ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മൈനസ് ആണ് ചെയ്യുന്നത്. അണ്ടർ ആണെന്നുണ്ടെങ്കിലോ പ്ലസ് ആണ് ചെയ്യുന്നത്. ഓക്കെ,
സോ എന്ത് ചെയ്തു, അത് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് അടുത്ത കഴിഞ്ഞ ഡിഫറൻസ് എന്താ വരുന്നത്, ഓഫീസ് ഓവർഹെഡ്. ഓഫീസ് ഓവർഹെഡ് എത്രയാണ്, 4063. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ 4200. സോ പോക്കറ്റിൽ നിന്ന് പോയത് 4200, അക്കൗണ്ട് ചെയ്തത് 4063. സോ ഡിഫറൻസ് 4200 മൈനസ് 4063 എത്ര കിട്ടുന്നത്, 137. സോ അണ്ടർ ആണോ ഓവർ ആണോ, അണ്ടർ ആണ്. അണ്ടർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, പ്ലസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ, വേറെ ഡിഫറൻസ് വരുന്നില്ല. സോ ഇത് റീകൺസിഡർ ചെയ്താൽ പ്രോഫിറ്റ്, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് 4750. ദെൻ രണ്ട് അഡ്ജസ്റ്റ്മെന്റും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആസ് പെർ കോസ്റ്റ് ബുക്സ് എന്ത് ചെയ്യും, കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മളെ അതിന്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താലോ, ഏതാണ് വരുന്നത്, ജൂൺ 25, അതും ഏത് തന്നെയാണ്, ക്വസ്റ്റ്യൻ നമ്പർ 3B. ഓക്കെ, എ സമ്മറി ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ABC ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2025 ആസ് ഫോളോസ്. എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ P&L ആണ് തന്നിട്ടുള്ളത്. സോ ഇത് ആരുടെ പ്രോഫിറ്റ് ആണ്, ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് തന്നിട്ടുള്ളത്, 65,120. Then next, the company manufacture a standard unit. The cost accounting records of the company show the following information. ഫാക്ടറി ഓവർഹെഡ് ഹാവ് ബീൻ ചാർജ്ഡ് അറ്റ് 20% ഓൺ പ്രൈം കോസ്റ്റ്. അതായത് കോസ്റ്റ് ഷീറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡാറ്റ എന്ത് ചെയ്യാണ്, തരുന്നതാണ്. ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിൽ എത്ര പെർസെൻറ്റേജ്, 20%. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഹാവ് ബീൻ റിക്കവേർഡ് അറ്റ് 3 പെർ ഫിനിഷ്ഡ് യൂണിറ്റ്. ഫിനിഷ്ഡ് യൂണിറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ദെൻ നെക്സ്റ്റ് വന്ന് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഹാവ് ബീൻ റിക്കവേർഡ് അറ്റ് 4 പെർ യൂണിറ്റ് സോൾഡ്. അത് അവർ പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം, സെയിൽസ് എന്തിന്റെ മേലെയാണ് ചെയ്യേണ്ടത്, സെയിൽസ് ഓവർഹെഡ് എന്തിന്റെ മേലെയാണ് ചെയ്യേണ്ടത്, നമ്മൾ വിൽക്കുന്നതിന്റെ മേലെയാണ് ചെയ്യേണ്ടത്. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് വാല്യൂഡ് അറ്റ് പ്രൈം കോസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻക്ലൂഡിങ് നെറ്റ് പ്രോഫിറ്റ്. സോ കോസ്റ്റ് ഷീറ്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. സോ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് വരും, ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ ശ്രദ്ധിക്കാം, ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് എത്രയാണ്, 5,48,000 ആണ്. പക്ഷേ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് മെറ്റീരിയൽ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, 5,48,000 നിന്ന് ഈ മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ള 548,000 മൈനസ് 12,800 എത്രയായിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക, 5,35,200. അതേപോലെ തന്നെ ഡയറക്റ്റ് വേജസ് എത്രയാണ്, 3,02,000 ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്കിൽ എത്ര ഉണ്ട്, 7,200 ഉണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആയിരിക്കും യൂസേജ് ചെയ്തിട്ടുണ്ടാവുക, കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക, 3,02,000 മൈനസ് 7,200 എത്രയായിരിക്കും, 294,800. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഫാക്ടറി ഓവർഹെഡ് എന്താണ്, 20% എന്തിന്റെ മേലെ, പ്രൈം കോസ്റ്റിന്റെ മേലെ. സോ 8,30,000 ഇൻറ്റു 20% എത്രയാണ് കിട്ടുന്നത്, 1,66,000. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഗ്രോസ് ഓർ നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. എത്ര, 9,96,000. ദെൻ നെക്സ്റ്റ് വണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഹാവ് ബീൻ റിക്കവേർഡ് അറ്റ് 3 പെർ ഫിനിഷ്ഡ് യൂണിറ്റ്. എന്തിന്റെ മേലെയാണ്, ഫിനിഷ് ചെയ്തിട്ടുള്ള യൂണിറ്റ്, അതായത് യൂണിറ്റ് പ്രൊഡ്യൂസറിന്റെ മേലെയാണ്. അപ്പോൾ എത്രയാണ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓപ്പണിംഗിൽ ഒന്നും ഇല്ല, പക്ഷേ സെയിൽ ചെയ്യുന്നത് 24,000, ക്ലോസിംഗിൽ എത്ര ഉണ്ട്, 800 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര യൂണിറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, 24,800 യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 24,800 ഇൻറ്റു 3. സോ 24,800 ഇൻറ്റു 3 എത്രയാണ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്, 74,400. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. എത്രയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, 1,70,400. ഓക്കെ, അപ്പോൾ എത്ര കിട്ടുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 10,70,400. ഇനി എന്താ ചെയ്യാനുള്ളത്, പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ, ഇല്ല, 0 ആണ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതാണ് നമ്മുടെ വില്ലൻ വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിനെ വാല്യൂ ചെയ്യുന്നത്, എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ്. സോ 10,70,400 ഇത് എത്ര യൂണിറ്റിനാണ്, 24,800. സോ ഡിവൈഡഡ് ബൈ 24,800 ഇൻറ്റു എത്രയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്, 800 യൂണിറ്റ്സ് ആണുള്ളത്. സോ ഇൻറ്റു 800 എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 34,529. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര, 10,35,871. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, സെല്ലിംഗ് ഓവർഹെഡും കൂടെ ആഡ് ചെയ്യണം. സെല്ലിംഗ് ഓവർഹെഡ് എന്തിൻ്റെ മേലെയാണ്, ക്വാണ്ടിറ്റി സോൾഡിൻ്റെ മേലെയാണ്. അപ്പോൾ എത്ര യൂണിറ്റാണ് നമ്മൾ വിൽക്കുന്നത്, 24,000. സോ ഇൻറ്റു 4 എത്ര കിട്ടും, 96,000. സോ ടോട്ടൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ, സോ കോസ്റ്റ് ഓഫ് സെയിൽ എത്ര കിട്ടുന്നത്, 11,31,871. ദെൻ സെയിൽ എത്രയാണ്, 12 ലക്ഷം. സോ ഇത് നമ്മളുടെ ഡിഫറൻസ് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് എത്ര കിട്ടുന്നത്, ബാലൻസിങ് ഫിഗർ ആയിട്ട് 68,129 ആണ് എന്ത്, നമ്മുടെ കോസ്റ്റിന്റെ പ്രോഫിറ്റ്. ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, എത്രയാണ്, 65,120. ഇനി നമുക്ക് എന്തും കൂടെ ചെയ്യാനുള്ളൂ, റീകൺസിലേഷൻ കൂടെ
ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? റീകൺസിലേഷൻ ആണ്. അപ്പോൾ നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്നാണ് വരുന്നത്? ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. സോ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എത്രയാണ്? 65, 120. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ദെൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? കോസ്റ്റ് ഷീറ്റും ഫിനാൻഷ്യലും തമ്മിലുള്ള കമ്പാരിസൺ. ഡയറക്റ്റ് മെറ്റീരിയൽ 5, 35, 200. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് 5,48,000 ആണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ മെറ്റീരിയൽ എത്ര ഉണ്ട്? 12,800 ഉണ്ട്. സോ ഇത് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെറ്റ് ശരിക്കും എത്ര തന്നെ വരുന്നുള്ളൂ? 5, 35, 200 എന്ത് ചെയ്യുന്നുള്ളൂ? വരുന്നുള്ളൂ. ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും രണ്ട് കേസിലും എന്തിനാണ് വരുന്നത്? സെയിം ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വണ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർബ്ഡ് എത്രയാണ്? 1,66,000. ആക്ച്വലി ഫിനാൻഷ്യൽ ബുക്കിൽ ഇവിടെ എത്ര വരുന്നത്? 1,66,000. അത് മാത്രമല്ല ക്ലോസിംഗ് സ്റ്റോക്കിലും എത്ര വരുന്നുണ്ട്? 4,000 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്ക് നമ്മൾ പോക്കറ്റിൽ നിന്ന് പോയതായിട്ട് നമ്മൾ എത്ര അക്കൗണ്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ? 1,62,000 എന്ത് ചെയ്യുന്നുള്ളൂ? അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ. സോ ശ്രദ്ധിക്കുക. സോ പോക്കറ്റിൽ നിന്ന് പോയത് 1,62,000, അബ്സോർബ് ചെയ്തതോ 1,66,000. സോ ഈ ഡിഫറൻസ് 4,000 അണ്ടർ ആണോ ഓവർ ആണോ? ഓവർ അബ്സോർപ്ഷൻ ആണ്. ഓവർ അബ്സോർപ്ഷൻ ആണെങ്കിൽ നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ ചെയ്യുന്നത്? ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ 4,000 നമ്മൾ എന്ത് ചെയ്തു? ഈ 4,000 നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. എല്ലാവർക്കും ഓക്കെ ആണോ? ശരി. സോ ഫാക്ടറി ഓവർ ഹെഡ് വരെ എത്തി. ദെൻ നെക്സ്റ്റ് വണ്ണിന് എന്താ വരുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ എത്രയാണ്? 74,200. ദെൻ ഇവിടെ ആണെങ്കിലോ 76,480. സോ 76,480, ഇവിടെ 74,400. സോ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 2,080. കുറവാണോ കൂടുതലാണോ? കുറവാണ്. അപ്പോൾ എന്താണ്? അണ്ടർ അബ്സോർപ്ഷൻ. പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണ് വരുന്നത്. സോ ഈ 2,080 നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വണ്ണ് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്? 34,529. ഇവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ് വരുന്നത്? 32,000. ഓക്കെ. സോ 32,000, 34,529. ഓക്കെ. സോ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 2,529 ആണ് എന്ത് ചെയ്യുന്നത്? ഡിഫറൻസ് വരുന്നത്. ഇവിടെ കുറവാണോ കൂടുതലാണോ? ഓവറാണ്. പക്ഷെ സാധാരണ നമ്മൾ ഓവറിനെ എന്താണ് ചെയ്യാറ്? മൈനസ് ആണ് ചെയ്യാറ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഓവർ വാല്യുവേഷൻ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്? പ്ലസ് ആണ് ചെയ്യുന്നത്. എത്രയാണ് നമ്മൾ പ്ലസ് ചെയ്യുന്നത്? 2, 5, 29 പ്ലസ് എന്ത് ചെയ്യും? ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ് സെല്ലിംഗ് ഓവർ ഹെഡ് 96,000. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ 90,000. സോ പോക്കറ്റിൽ നിന്ന് പോയത് 90, ചെയ്യുന്നത് 96. സോ ഡിഫറൻസ് 6,000 അണ്ടർ ആണോ ഓവർ ആണോ? ഓവർ അബ്സോർപ്ഷൻ ആണ്. ഓവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. എത്ര? 6,000 എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വണ് ഓക്കെ. അപ്പോൾ കോശിയിലുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യാം? ഇവിടുത്തെ എന്തെങ്കിലും എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം? നോക്കാം. സോ സെല്ലിംഗ് എടുത്തു, അഡ്മിൻ എടുത്തു, ഫാക്ടറി എടുത്തു, മെറ്റീരിയൽ വേജസ് എടുത്തു. പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞാൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അത് ആര് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ. അയാൾ മൈനസ് ചെയ്തിട്ടുണ്ടാവും. റീകൺസിലേഷൻ റൂട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യണം. എത്രയാണ് പ്ലസ് ചെയ്യുന്നത്? 12,000. അതേപോലെ തന്നെ സെയിൽ നമ്മൾ കൺസിഡർ ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു, ഈ WIP നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വന്ന് ഡിവിഡൻഡ് റിസീവ്ഡ്. ഇതെന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. ഇത് ആരെടുത്തിട്ടുണ്ടാവും? ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ടാവും. അയാൾ പ്ലസ് ചെയ്തിട്ടുണ്ടാവും. സോ റിക്കൺസിലേഷനിൽ നമ്മൾ എന്തേ കാര്യം ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം. എത്രയാണ് മൈനസ് ചെയ്യുന്നത്? 3,600. സോ ഇതെല്ലാം കൂടി വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രോഫിറ്റ് എത്ര കിട്ടുന്നത്? 68,129. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ബുക്സിൽ ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണ്? 1,62,000. കോസ്റ്റ് ബുക്കിൽ എത്രയാണ്? 1,66,000. സോ ഡിഫറൻസ് 4,000 ഓവർ അബ്സോർപ്ഷൻ. ദെൻ അഡ്മിനിസ്ട്രേഷൻ്റെ കേസിലും അതേപോലെ തന്നെ ഞാൻ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതാണ്. ആകെ ശ്രദ്ധിക്കാനുള്ള എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഈവൻ ദോ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിലും നോർമലി ഓവർ അബ്സോർപ്ഷൻ എന്താ ചെയ്യുക? മൈനസ് ആണ് ചെയ്യാറ്. പക്ഷേ വെൻ ഇറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുക. ഓപ്പോസിറ്റ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആഡ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ വാല്യുവേഷൻ ആണെന്നുണ്ടെങ്കിലോ? അണ്ടർ വാല്യുവേഷന് സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ അണ്ടർ വാല്യുവേഷനെ നമ്മൾ എന്താ ചെയ്യുക? പ്ലസ് ആ ചെയ്യുക. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലോ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉള്ളൂ. ഏതൊക്കെയാണ്? December 24 ക്വസ്റ്റ്യൻ നമ്പർ 3B. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫിനാൻഷ്യൽ ബുക്സിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അതിനകത്ത് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 12,90,000. ഇനി കോസ്റ്റ് അക്കൗണ്ടന്റ് ഫോർ ദ സെയിം പീരിയഡ് റിവീൽ ദാറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസംഷൻ വാസ് എത്രയാണ്? 56 lakh ആണ്. ഓക്കെ. കോസ്റ്റ് ഷീറ്റിൽ എത്രയാണ് വരുന്നത്? 56. ഫാക്ടറി ഓവർഹെഡ് ഈസ് റിക്കവേർഡ് അറ്റ് 20% എന്തിൻ്റെ മേലെ? പ്രൈം കോസ്റ്റിൻ്റെ മേലെ. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഈസ് റിക്കവേർഡ് അറ്റ് 6 per unit ഓഫ് പ്രൊഡക്ഷൻ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആർ റിക്കവേർഡ് അറ്റ് 8 per unit സോൾഡ്. പ്രിപ്പയർ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ബോത്ത് ഫിനാൻഷ്യൽ റെക്കോർഡ്സും ആസ് പെർ കോസ്റ്റ് റെക്കോർഡ്സും.
ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. നമ്മൾ വെറുതെ ഉണ്ടാക്കി സമയം കളയേണ്ട. എത്രയാണ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ്? 12,90,000. അപ്പോൾ നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യാനുള്ളത്? കോസ്റ്റ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. സോ കോസ്റ്റ് ഷീറ്റിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? 56 ലാക്ക്. ദെൻ നെക്സ്റ്റ് വണ് വേജസിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പം നിങ്ങളെ ഫിനാൻഷ്യൽ ഉള്ള അതേ വേജസ് തന്നെ ആയിരിക്കും ചെയ്യുന്നത് കയറി വരുന്നത്. എത്രയാണ് വരുന്നത്? 30 ലാക്ക്. സോ പ്രൈം കോസ്റ്റ് എത്ര വരും? 86 ലാക്ക്. ഫാക്ടറി ഓവർഹെഡ് ക്വസ്റ്റിന് പറയുന്നുണ്ട് 20% എന്തിൻ്റെ മേലെയാണ്? പ്രൈം കോസ്റ്റിന്റെ മേലെ. സോ 86 ലാക്ക് ഇൻറ്റു 20% എത്ര കിട്ടും? 17,20,000. അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഗ്രോസ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ എന്താ ചെയ്യാനുള്ളത്? പ്ലസ് ഓപ്പണിംഗ് WIP മൈനസ് ക്ലോസിംഗ് WIP. ഓപ്പണിംഗ് WIP ഉണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. എത്ര? 4,000 യൂണിറ്റ്. സോറി, WIPയുടെ കേസാണ്. സോ ഇവിടെ WIP നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റിനകത്ത് WIP തന്നിട്ടുള്ളത്? വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഫിനിഷർ ഗുഡ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2,40,000. സോ എന്ത് ചെയ്തു? അതും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി 180,000. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ക്വസ്റ്റിൽ പറയുന്നുണ്ട് 6 per unit ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 12,000, ഐ മീൻ 1,20,000 വിൽക്കുന്നുണ്ട്. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്കിൽ എത്ര വരുന്നുണ്ട്? 4,000 ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും? 1,24,000. സോ 1,24,000 ഇൻറ്റു 6 അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എത്ര വരുന്നത്? 74,000, ഐ മീൻ 7,44,000. സോ ആഡ് ചെയ്താൽ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് ഫിനിഷർ ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് ഫിനിഷർ ഗുഡ്സ്. ഇവനാണ് നമ്മുടെ ബില്ല്. ഇതെങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റിൽ. സോ 10,82,400 ഡിവൈഡഡ് ബൈ 1,24,000 ഇൻറ്റു എത്ര യൂണിറ്റ് ആണ്? 4,000 യൂണിറ്റ്. സോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു 1 റുപ്പീസ് എന്താ കൂടെ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? റൗണ്ട് ഓഫ് ചെയ്തിട്ട് 0 എന്ത് ചെയ്യുക? കൊണ്ടുവരാം. സോ അത് മൈനസും കൂടെ ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതിൻ്റെ കൂടെ സെല്ലിംഗ് ഓവർഹെഡും കൂടെ. സെല്ലിംഗ് ഓവർഹെഡ് എന്താണ്? 8 per യൂണിറ്റ് സോൾഡ്. സോ 1,20,000 വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1,24,000 വെച്ചിട്ടാണോ? 20 വെച്ചിട്ട്. സോ 1,20,000 ഇൻറ്റു 8 എത്ര കിട്ടുന്നത്? 9,60,000. എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. സോ കോസ്റ്റ് ഓഫ് സെയിൽ എത്ര കിട്ടുന്നത്? 11,43, 48, 40. സെയിൽ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽ തന്നിട്ടുള്ളത്? 1,20,00,000. സോ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? പ്രോഫിറ്റ് കിട്ടി. എത്രയാണ്? 56,5160. കോസ്റ്റ് പ്രോഫിറ്റും കിട്ടി. കോസ്റ്റ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട്? ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത എന്തേ കാര്യം ചെയ്യാനുണ്ടാവുക? റീകൺസിലേഷൻ. സോ റീകൺസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്നാണ്? ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം കമ്പാരിസണിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഷീറ്റിൽ 56ഉം ഇവിടെ ആണെന്നുണ്ടെങ്കിലോ 50 ആണ്. അപ്പോൾ കുറവാണ് കൂടുതലാണ് എന്ത് ചെയ്യുന്നത്? ഏതിൽ വരുന്നത്? നമ്മുടെ കോസ്റ്റിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. സോ ഓവർ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ആണോ മൈനസ് ആണോ നമ്മൾ ചെയ്യുന്നത്? മൈനസ് ചെയ്യും. എത്രയാണ് മൈനസ് ചെയ്യുന്നത്? 6 ലാക്ക് എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വണ് വേജസ് 2 പേർക്കും എത്ര തന്നെയാണ്? 30 lakhs ആണ് വരുന്നത്. ദെൻ ഫാക്ടറി ഓവർഹെഡ് 17,20,000. ഇവിടുത്തെ ഫാക്ടറി ഓവർഹെഡ് ആണെങ്കിലോ 16 ലാക്ക്. സോ കൂടുതലാണ് വരുന്നത്. എത്ര? 1,20,000 ഓവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വണ് പിന്നെ എന്താണ് വരുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. സോ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഇവിടെ നമുക്ക് എത്രയാണ് വരുന്നത്? 7,44,000. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണെങ്കിലോ 7 ലാക്ക്. അപ്പോൾ അവിടെയും 44,000 എന്താണ്? ഓവർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഇത് ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ. ഇവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ എത്രയാണ്? 34,91,60. ഇവിടുത്തെ ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്? 3,20,000. അതും എന്തിനാണ്? ഓവറാണ്. പക്ഷേ സാധാരണ എല്ലാ ഓവറും നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെത് എന്തേക്കാരം ചെയ്യുന്നത്? പ്ലസ് ഏക്കാരം ചെയ്യുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്? ഡിഫറൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വണ് സെല്ലിംഗ് ഓവർഹെഡ് എത്രയാണ്? 9,60,000. ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ് എത്രയാണ്? 9,60,000. അപ്പോൾ അത് തമ്മിൽ എന്തില്ല? ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എന്താ ചെക്ക് ചെയ്യാനുള്ളത്? ഫിനാൻഷ്യലിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് മെറ്റീരിയൽ നോക്കി, വേജസ് നോക്കി, ഫാക്ടറി നോക്കി, അഡ്മിൻ നോക്കി, സെയിൽസ് നോക്കി. ബാഡ് ഡെപ്റ്റ് നമ്മൾ എടുത്തിട്ടില്ല. ബാഡ് ഡെപ്റ്റ് അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മൈനസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 80,000 നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. പ്രിലിമിനറി എക്സ്പെൻസ് അയാൾ മൈനസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? റീകൺസിലേഷനിൽ പ്ലസ് ചെയ്തു. ലീഗൽ ചാർജ് അയാൾ മൈനസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. ഡിവിഡൻഡ് റിസീവ്ഡ് ഇതെന്താണ്? ഇങ്കാണ്. അയാൾ പ്ലസ് ചെയ്തിട്ടുണ്ടാവും. റീകൺസിലേഷൻ നമ്മൾ എന്തേക്കാരം ചെയ്യുന്നത്? മൈനസ് ചെയ്യും. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇതും എന്താണ്? ഇങ്കാണ്. അയാൾ പ്ലസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ റീകൺസിലേഷൻ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. സെയിൽ എടുത്തു, ഫിനിഷ്ഡ് ഗുഡ്സ് എടുത്തു, WIP ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടി വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റീകൺസിലേഷൻ കിട്ടും. കോസ്റ്റ് പ്രോഫിറ്റ് എത്ര കിട്ടുന്നത്? 56,5160. ക്ലിയർ ആണോ? ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിന് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരുന്നത്? June 24. ഫാസ്റ്റ് ജേണൽ എൻട്രീസ്. നമ്മളെ റിവിഷൻ ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.
ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോകുന്നത് WIP-ലോട്ട്, ഇൻഡയറക്റ്റ് ആണെങ്കിൽ അങ്ങോട്ടാണ് പോകുന്നത് പ്രൊഡക്ഷൻ ഓവർഹെഡിലോട്ട്. സോ ഫസ്റ്റ് വണ്ണിൻ്റെ എൻട്രി എന്തേക്കാരം WIP അക്കൗണ്ട് അപ്റ്റഡ് ടു SLC, എമൗണ്ട് എത്ര 5 ലാക്ക് 5 ലാക്ക്. സെക്കൻഡ് വൺ ആണെന്നുണ്ടെങ്കിലോ പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു SLC. ക്ലിയർ ആണോ? ഓക്കെ, WIP ടു SLC, പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു SLC. ദെൻ നെക്സ്റ്റ് വണ് അലോക്കേഷൻ ഓഫ് വേജസ് ആണ്. അലോക്കേഷൻ ആണ്, ഇൻകറൻസ് അല്ല, അലോക്കേഷൻ ആണ്. സോ ഡയറക്റ്റ് വേജസ് ആണെന്നുണ്ടെങ്കിൽ ആർക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത് WIP-ലോട്ട്, ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലോ പ്രൊഡക്ഷനിലോട്ട്. സോ എൻട്രി എന്തേക്കാരം വരുന്നത് WIP ടു വേജസ്, ഇവിടെ ആണെങ്കിലോ പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു വേജസ്. ദെൻ നെക്സ്റ്റ് വണ് ഓവർഹെഡിന്റെ അബ്സോർപ്ഷൻ ആണ്, അല്ലാതെ എന്തല്ല ആക്ച്വൽ അല്ല. സോ ഫാക്ടറി ഓവർഹെഡ് ആരാ അബ്സോർബ് ചെയ്യുന്നത് WIP. ദെൻ അഡ്മിനിസ്ട്രേഷൻ ആരാ അബ്സോർബ് ചെയ്യുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ്. ദെൻ സെല്ലിങ് ആരാണ് അബ്സോർബ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് സെയിൽ. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ. ഫാക്ടറി ഓവർ ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റിംഗ് ബില്ലിൽ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളെ എൻട്രി എന്തേക്കാരം വരുന്നത് ഫാക്ടറി ഓവർഹെഡ് ടു കോസ്റ്റിംഗ് ബിയാൻഡിൽ. ദെൻ നെക്സ്റ്റ് വണ് അണ്ടർ ആണെന്നുണ്ടെങ്കിലോ കോസ്റ്റിംഗ് ബിയാൻഡിൽ നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി എന്താ വരുന്നത് കോസ്റ്റിംഗ് ബിയാൻഡിൽ ടു അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. സോ അബ്സോർപ്ഷൻ്റെ എൻട്രി നേരത്തെ കാണിച്ചിട്ടില്ല. സോ അത് കാണിക്കുകയാണെങ്കിൽ WIP ടു ഫാക്ടറി ഓവർഹെഡ്, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ടു അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് സെയിൽ ടു സെല്ലിംഗ് ഓവർഹെഡ്. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ നമ്മളെ റിവിഷനും അതേപോലെ തന്നെ ഫോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു 4 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ അറൗണ്ട് നിങ്ങൾക്ക് ഒരു 40 മാർക്സ് സ്കോർ ചെയ്യാനുള്ള കണ്ടൻസ് ഉണ്ട് അതിനകത്ത്. സോ മാക്സിമം എന്ത് ചെയ്യാം പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.